ഹായ് ഗൈസ്, സോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മുടെ ഫസ്റ്റ് ഡേ ഇൻ കോലാലംപൂർ, മലേഷ്യ. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു 5:30 ആയപ്പോൾ എത്തി. ആൻഡ് എയർപോർട്ട് റൂം ഇവിടെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു. ഇപ്പോൾ ഫ്രഷായി, ഇനി മാറ്റിയിട്ട് പുറത്ത് പോകണം. ഹായ് ഗൈസ്, സോ നമ്മൾ മേക്കപ്പ് കഴിഞ്ഞു. ബാക്കിൽ നിയർ റെഡി ആവുന്നുണ്ട്. ഉമ്മ ഉണ്ട് ഇവിടെ. ദിസ് ഈസ് ഡേ 1. ഇപ്പം നമ്മൾ മാറ്റി റൂമിൽ നിന്ന് ഇറങ്ങി. ഞാൻ നല്ല ലൈറ്റ് കിട്ടും. ഓക്കെ, ഇവിടെ നല്ല ലൈറ്റ് കിട്ടും. സോ ദിസ് ഇസ് അവർ ഫസ്റ്റ് ഡേ. നമ്മൾ പുറത്ത് പോകാൻ വേണ്ടി ഇറങ്ങിയതാ. സോ എല്ലാവരും താഴെ പോയി. ഞാൻ ഫോണൊന്ന് വെച്ച് മറന്നു. എന്ന് വെച്ചാൽ നമ്മൾ സിം ആക്ടിവേറ്റ് ചെയ്തിട്ടുള്ള ഫോൺ റൂമിൽ വെച്ചിട്ട് മറന്നു. കിട്ടി ഗൈസ്. ഇങ്ങനെയായിരിക്കും ഓരോ സാധനം മറന്നു വെക്കുക. ഇപ്പം തന്നെ താഴെ വരെ പോയി തിരിച്ച് ലൈക്ക് നമ്മൾ അവിടെ എത്തിയിട്ട് ഊബർ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഫോണിലാണ് സിം എടുത്തിട്ടുള്ളത്. സോ അൺലിമിറ്റഡ് ഡാറ്റ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ വേറൊരു സ്ഥലത്തല്ലേ ഉള്ളത്. സോ ആരെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ മൈൻഡ് ആക്കില്ല. ഞാനിങ്ങനെ നേരത്തെ വീഡിയോ എടുക്കുമ്പോൾ ലൈക്ക് ഞങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ലിഫ്റ്റ് ഓപ്പണായി, ആളെ കണ്ടു. അപ്പം തന്നെ ഞാൻ ഓഫാക്കി. ഞാൻ അങ്ങനെ ചോദിച്ചു, ഞാൻ എന്തിനാ ഓഫ് ചെയ്യുന്നത്? ഇപ്പോഴും ആൾ. വൺസ് അഗൈൻ വെൽക്കം ടു അവർ മലേഷ്യൻ വ്ളോഗ് പാർട്ട് 1. അപ്പം ഞാൻ 2 പാർട്ടായിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക. കാരണം മൊത്തം ക്ലിപ്സും ആക്ച്വലി ഒരു ട്രിപ്പ് പോയി കഴിഞ്ഞാൽ ഞാൻ എല്ലാം ഒന്നും കവർ ചെയ്യാൻ എനിക്ക് പറ്റില്ല. പക്ഷേ എന്നാലും എനിക്ക് തോന്നുന്നു ഈ ഒരു മലേഷ്യൻ ട്രിപ്പിൽ ഞാൻ പറ്റുന്ന പോലെ കവർ ചെയ്തിട്ടുണ്ട്. സോ എല്ലാം കൂടി ഞാൻ ഒരുമിച്ചിട്ടപ്പോൾ ഏകദേശം 1 hour മേലുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു 2 പാർട്ടായിട്ട് ചെയ്യാമെന്നുള്ളത്. അതിൽ തന്നെ വാക്കിംഗ് ആണ് ശരീരത്തിന് നല്ലതെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമ്മളെന്താക്കി നിയർ ബൈ ഉള്ള 7-Eleven തപ്പിയിട്ട് ഇറങ്ങിയതാണ്. സോ ബ്രേക്ക്ഫാസ്റ്റ് അവിടുന്ന് കഴിച്ചിട്ട് നമ്മുടെ ഓരോ ലൈക്ക് സ്ഥലങ്ങളിലായിട്ട് കവർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ അവിടുന്ന് ഇങ്ങനെ വരുമ്പോണ്ട് പിന്നെ നടന്നു പോകുന്ന ആ ഒരു ലേഡി നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് വീഡിയോ ഇങ്ങനെ എന്താ പറയുക എൻജോയ് ചെയ്ത് ആളിങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. ആളുടെ ക്യാമറ ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്ത് പിടിച്ചിട്ട് നല്ല രസമുണ്ട് കേട്ടോ. ആൾ കംപ്ലീറ്റ്ലി അവിടെ ഇങ്ങനെ കവർ ചെയ്യായിരുന്നു. നമ്മൾ നടന്ന് ഒടുവിൽ 7-Eleven അങ്ങനെ കുറച്ച് സാധനങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് കഴിക്കാനെടുത്തു. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, ബ്രഞ്ചിന് വേണ്ടിയിട്ട് എടുത്തെന്ന് വേണമെങ്കിൽ പറയാം. ഒരു നൂഡിൽ പോലത്തെ ഒരു സാധനം, പിന്നെ ബർഗർ, അങ്ങനെയുള്ള എന്തൊക്കെ കൊടുത്തു. എൻ്റെ ഫേവറേറ്റ് മലേഷ്യൻ ചോക്ലേറ്റ് ആണ് ബെറൽസ്. ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. ഹായ് ഗൈസ്, നമ്മൾ കണ്ടത് നടന്ന് ബാക്കിലോട്ടാണ്. 7-Eleven ഇവിടെയെങ്കിലും എത്തിക്കഴിഞ്ഞാൽ എൻ്റെ സോഷ്യൽ ആൻസൈറ്റി മാറുമെന്ന് വിശ്വസിക്കുന്നു. സോ യു ഹാവ് മെനി ലൈക്ക് കുറേ സ്റ്റഫ്സ് മിലോസ് ലൈക്ക് ഭയങ്കര മീൻ സാധനം. എല്ലാവരും അത്യാവശ്യം ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഫസ്റ്റ് നമ്മൾ പോകുന്നത് പെത്താലിംഗ് സ്ട്രീറ്റിലോട്ടാണ്. ഇവിടെ മോർ ഓവർ ലൈക്ക് ഒരു എന്താ പറയുക, നമ്മളെ ഒരു SM സ്ട്രീറ്റിൽ ഗൾഫ് മാർക്കറ്റിലൊക്കെ പോയ പോലെ ഉണ്ടാവും കേട്ടോ. എല്ലാ സാധനങ്ങളുടെയും അടിപൊളി ചാത്തം നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതാണ്. ഒരുവിധമുള്ള എല്ലാ ഷോപ്പിലും കയറി ഓരോന്നൊക്കെ ഇങ്ങനെ കണ്ടിട്ട് ഇവിടെ നിന്ന് അങ്ങനെ കാര്യമായിട്ട് നമ്മളൊന്നും പർച്ചേസ് ചെയ്തിട്ടില്ലായിരുന്നു. ജസ്റ്റ് എല്ലാ ഷോപ്സും ഇങ്ങനെ കണ്ടു. പിന്നെ അത്യാവശ്യം നല്ല എന്താ പറയുക ഒരു ബ്യൂട്ടിഫുൾ ആൻഡ് പീസ്ഫുൾ ക്ലൈമറ്റ് ആയിരുന്നു. ഞങ്ങൾ പോയ ഫസ്റ്റ് 2 ദിവസം ആക്ച്വലി നല്ല മഴയായിരുന്നു. തായ്ലാൻഡ് പോയപ്പോൾ ഇങ്ങനെ തന്നെയായിരുന്നു, ഫുൾ മഴയായിരുന്നു. അപ്പോൾ ഇന്ന് വന്ന 2 ദിവസം മഴയായിരുന്നു. നമ്മൾ കുടയെല്ലാം മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് വേറെ കോമഡിയാണ്, ഞാൻ വയ്യെ പറഞ്ഞുതരാം. വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒറിജിനൽ പ്രൊഡക്ട്സ് നിങ്ങൾ മറന്നു പോകും. കാരണം ഏതാ ഒറിജിനൽസ് ഏതാ കോപ്പി എന്ന് നിങ്ങൾക്ക് എങ്ങനെയായാലും മനസ്സിലാവില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ. എല്ലാത്തിൻ്റെയും ഫസ്റ്റ് ക്വാളിറ്റിയും സെക്കൻഡ് ക്വാളിറ്റി എന്താണെന്നൊന്നും അറിയില്ല. എല്ലാ പിന്നെ നമ്മുടെ ഈ ഒരു MK, കോച്ച് എല്ലാ ബ്രാൻഡ്സിൻ്റെയും നല്ല അടിപൊളി ചാത്തൻ ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങളൊരു ഷോപ്പഹോളിക് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും മലേഷ്യ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് കവർ ചെയ്തോട്ടോ. അത്രയും ഷോപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ ഇവിടെ എല്ലാം ഉണ്ട്. ബാഗ്സും അതുപോലെ തന്നെ ജ്വല്ലറീസും സിൽവർസും എല്ലാം ഉണ്ട് കേട്ടോ. ടോയ്സും എല്ലാത്തിനും ഒരു എക്സ്ക്ലൂസീവ് പ്ലേസ് ആണ്. മലേഷ്യ കുറച്ചും കൂടി നാച്ചുറൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്ലേസ് അല്ല, കുറച്ചും കൂടി ഒരു സിറ്റി വൈബ്സ്, ഷോപ്പിംഗ് ഇങ്ങനെയൊക്കെ ആണ് ഒന്നും കൂടി നിങ്ങൾ അങ്ങനത്തെ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി ഇഷ്ടപ്പെടും കേട്ടോ മലേഷ്യ. പിന്നെ ഫസ്റ്റ് ഡേ തന്നെ അങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും പർച്ചേസ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ഓരോ ഷോപ്സ് ഇങ്ങനെ ജസ്റ്റ് കണ്ടുപോയി. ഒരു സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടക്കാൻ തന്നെ നല്ല രസമായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ ഈ ഒരു ഷോപ്പിൽ കയറി. ഇവിടെ കുറേ ക്യൂട്ടായിട്ടുള്ള സ്റ്റഫ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ടോയ്സും അതുപോലെ നമ്മൾ ഷോക്കേസിലൊക്കെ വെക്കുന്ന ഓരോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓരോ സാധനങ്ങളും നല്ല സോഫ്റ്റ് ടോയ്സൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. സാധനങ്ങളാണ് ഗൈസ്, ഞങ്ങളെ ബേബിൻ്റെ സാധനങ്ങൾ. ഇവിടെ പിന്നെ ഇവരുടെ മറ്റേ ക്യൂട്ട് പൂച്ചകളുണ്ട്. വാട്ട് മാൻ
You go, man. What, man? How much is this? 30 ringgits. It's actually 59. 50% off alone. It's 30. You want it? മൈക്ക് ഡിസ്കണക്ട് ചെയ്ത് ബിക്കോസ് ഈ സ്ട്രീറ്റിലൂടെ നടക്കുന്ന സമയത്ത് മൈക്ക് ലൈക്ക് ഭയങ്കര കൺജസ്റ്റഡാ. സോ ആ സമയത്ത് അത് തട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലായതുകൊണ്ട് മൈക്ക് ഞാൻ ഡിസ്കണക്ട് ചെയ്തു. ഇവിടെ ഒന്നും ഇപ്പോൾ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ സംസാരിച്ചാലും നിങ്ങൾ കേൾക്കും. ഇത് കംപ്ലീറ്റ്ലി ഈ ഷോപ്പ് ടോയ്സ് ആട്ടോ, സോഫ്റ്റ് ടോയ്സ്. നല്ല ഭംഗിയുണ്ട്. ഈ ക്രാഫ്റ്റേഴ്സിനെല്ലാം പറ്റിയ കൈൻഡ് ഓഫ് സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. നൈസ് ഗൈസ്, നല്ല രസമുണ്ട്. സീ ദിസ് 2 ringgit എന്ന് പറയുമ്പോൾ എത്രയായി പഠിച്ചോനെ നാട്ടിലത്തെ 40 അങ്ങനെ എന്തോ ആണ് തോന്നുന്നു. നോട്ട് ഷുവർ. ആൻഡ് ഇവിടെയും ഒരു ബിഗ് കളക്ഷൻസ് ഓഫ് സ്റ്റിക്കേഴ്സ് ഉണ്ട് കേട്ടോ. ഓ മൈ ഗോഡ്, നല്ല രസമുണ്ട് കാണാൻ. ഇതൊന്നും എനിക്ക് കിട്ടിയിട്ട് കാര്യമില്ല, നല്ല രസമുണ്ട്. സേവറിന് ടോയ്സ് മേടിക്കാനുള്ള അടിയാണ് ഇവിടെ. ഇതിന്റെ സെയിം ആളെടുത്തുണ്ട്. സ്റ്റിക്കേഴ്സ് നോക്ക്. എനിക്ക് ഇതിനെ കൊണ്ട് കാര്യമില്ല, പക്ഷെ ഇതിനോട് ക്രേസ് ഉള്ളവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. എന്തായാലും പറയാ, നമ്മളെ ജേർണലിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. ഇതൊക്കെ ജസ്റ്റ് നമ്മൾ തുടങ്ങിയതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ്. ഇവിടെ ഒരുപാട് ഷോപ്സ് ഇതുപോലത്തെ ഉണ്ട്. ഓ, നീ മേടിച്ചതാ അത്? എവിക്കല്ലേ ഇത്? അല്ല എവിക്കന്നല്ലേ? അതാ ഞാനും ചോദിക്കാൻ വന്നത്. ഗൈസ്, ഞങ്ങളെ കൂടെ ഹിറ്റ്ലർ മാധവൻകുട്ടിയുണ്ട്. ഞങ്ങൾ 3 പെൺകുട്ടികളെ കാത്തു സൂക്ഷിക്കാൻ. ഇതാണ് ഗൈസ് എവിക്ക മേടിച്ച ഭാവക്കുട്ടി. എനിക്ക് കണ്ടാ തന്നെ പേടിയാന്ന്. നമ്മൾ ഇവിടുന്ന് ബേബിക്കൊരു ടോയും അതുപോലെ തന്നെ കീ ഹോൾഡ് ചെയ്തിടുന്ന, കീ ഇങ്ങനെ നമുക്ക് സ്റ്റോർ ചെയ്തേക്കാൻ പറ്റിയൊരു ക്യൂട്ട് ഒരു സാധനം കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് രണ്ടുമാണ് നമ്മൾ ഈ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും സ്ട്രീറ്റിലോട്ട് ഇറങ്ങി. ഇപ്പോൾ ഈ ഒരു കാർ കണ്ടപ്പോൾ ഞാൻ ചുമ്മാ പട്ടി ഷോ കാണിച്ചിട്ട് 2 ഫോട്ടോ എടുത്തിട്ടാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല രസമാണോ ഈ സ്ട്രീറ്റിലൂടെ, ഭയങ്കര പീസ്ഫുള്ളാണ് നടക്കുന്ന സമയത്ത്. ഞാൻ പിന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, മലേഷ്യത്തെ നാഷണൽ ഫ്രൂട്ട് പോലത്തെ എന്തോ ഒരു സംഭവമാണ് ഈ ദുരിയാൻ. പക്ഷേ എനിക്ക് അറിഞ്ഞൂടെ ഇവരിത് എങ്ങനെയാണ് കഴിക്കുന്നതെന്ന്. അത് നമുക്ക് കഴിക്കാൻ പോയിട്ട് അതിൻ്റെ സ്മെല്ല് പോലും നമുക്ക് ആക്ച്വലി പിടിക്കുന്നില്ലായിരുന്നു. പക്ഷേ ഇവരിത് കൂളായിട്ടിരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കംപ്ലീറ്റ്ലി സിൽവറിന് വേണ്ടിയിട്ടുള്ളൊരു ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു. ഏകദേശം നമ്മൾ ആ ഒരു സ്ട്രീറ്റ് കംപ്ലീറ്റ്ലി ഇങ്ങനെ നടന്ന് കണ്ടു കേട്ടോ. പിന്നെ നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ അവിടുന്ന് നേരെ ഒരു ഊബർ ബുക്ക് ചെയ്തു. നമ്മളിങ്ങനെ നിൽക്കുന്ന സമയത്തൊക്കെ കാലാവസ്ഥ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ട്രിപ്പ് നമ്മൾ പാക്കേജോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നമ്മളുടെ തന്നെ ഒരു ഐറ്റിനറി കാര്യങ്ങൾ വെച്ച് പോയതാണെന്നുള്ളത്. സോ നമ്മളിവിടെ പോയ സമയത്ത് നമുക്ക് ടാക്സി കാര്യങ്ങൾ കംപ്ലീറ്റ്ലി നമ്മൾ ഡീൽ ചെയ്തത് ഗ്രാബ് എന്ന് പറഞ്ഞൊരു ആപ്പ് ത്രൂ ആണ് കേട്ടോ. സോ നിങ്ങൾ മലേഷ്യയിൽ പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഗ്രാബ് എന്ന് പറഞ്ഞ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അപ്പോൾ നല്ല ഈസിയാണ് നിങ്ങൾക്ക് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങൾക്കും. നമ്മൾ പെത്താലിംഗ് സ്ട്രീറ്റിന് ശേഷം നേരെ പോയിട്ടുണ്ടായിരുന്നത് ട്വിൻ ടവറിലാണ്. ഇത് ട്വിൻ ടവറിൻ്റെ താഴെ തന്നെ വരുന്ന അവരുടെ മോളാണ് കേട്ടോ. സോ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ പോയി പിന്നെ കുറേ അത്യാവശ്യം നല്ല ലക്ഷറി ബ്രാൻഡ്സിൻ്റെ എല്ലാം ഔട്ട്ലെറ്റ്സ് അല്ല ഷോപ്സ് ഉണ്ടായിരുന്നു. അതൊക്കെ ജസ്റ്റ് ഇങ്ങനെ കണ്ട് നടന്നു. കാരണം നമ്മളിങ്ങനെ ഇൻ്റർനാഷണൽ ട്രിപ്സ് വരുമ്പോൾ ഭയങ്കര ലക്ഷറി ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ റെഡി ആവില്ല. അപ്പം നമ്മളെല്ലാ ഷോപ്സിൻ്റെയും എല്ലാ ബ്രാൻഡിൻ്റെയും ഷോപ്സ് എല്ലാം കണ്ട് കുറച്ച് നേരം ഇങ്ങനെ നടക്കാനുള്ള മെയിൻ റീസൺ എന്താ അറിയുമോ? പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ട്വിൻ ടവറിൻ്റെ മുന്നിൽ നിന്ന് ഫോട്ടോസ് ക്ലിക്ക് ചെയ്യുക എന്നുള്ള ഒരു പ്ലാനോടെയാണ് വന്നത്. പക്ഷേ ഈ സമയത്ത് ഫോട്ടോ പോയിട്ട് നമുക്ക് നിലമ്പൂരിൽ നിൽക്കാൻ പറ്റുന്നില്ല. അത്യാവശ്യം മഴയുണ്ട് കേട്ടോ. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മാളിൽ അത്യാവശ്യം ഇങ്ങനെ നടന്നു കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ അല്ലറ ചില്ലറ ഷോപ്സിലൊക്കെ കയറി. ഇവിടത്തൊക്കെ സാധനങ്ങൾ ചുമ്മാ കണ്ടു പോകാൻ തന്നെ നല്ല രസമാണ്. അപ്പം നമ്മളിപ്പോൾ മുകളിലാണുള്ളത്. കട്ട് എടുക്കാൻ പറ്റുന്നുള്ളൂ. കാരണം ക്രൗഡഡ് ആയതുകൊണ്ട് തന്നെ ആളുകൾ വരുമ്പോൾ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യും എടുക്കും അങ്ങനെയാണ് എടുക്കുന്നത്. ബേബി ഷോപ്പ് ഉണ്ട് ഇവിടെ. നമ്മൾ നാട്ടിലുള്ള കുറച്ച് ലിമിറ്റഡ് ബ്രാൻഡ്സ് മാത്രമേ ഇവിടെ കണ്ടുള്ളൂ. ബാക്കി ഫുള്ള് ന്യൂ ഷോപ്സാണ്. ബേബി ഷോപ്സ് ഉണ്ട് ഇവിടെ. സെയിലും കാണുന്നുണ്ട്. ബേബിക്കെല്ലാം പറ്റിയ ഗുഡ് കളക്ഷൻസ് ഉണ്ട്. ഹൗ മച്ച് ഇസ് ദാറ്റ്? 49.
നല്ല കളക്ഷൻസ് ഉണ്ട്. ഇവൻ്റെ കുട്ടിക്ക് ഡ്രസ്സ് നോക്കാൻ തോന്നുന്നു. സയാൻ സിഗ്മ അവൻ്റെ ഓറ പോകും ഗൈസ്, അതാവും തിരിയാത്ത. കുട്ടിയായപ്പോൾ ഞങ്ങൾ ഫുള്ള് കുട്ടികളെ സെക്ഷനിലായി ഗൈസ്. ഹായ്, ഹലോ, ഹലോ. നീ ആ ട്രൈപോഡ് അങ്ങനെ ഒരുപാട് എന്താ പറയുക അലച്ചിലിന് ശേഷം നമ്മൾ എന്താക്കി നേരെ ട്വിൻ ടവറിൻ്റെ പുറത്തോട്ട് വന്നത്. നമ്മൾ വിചാരിച്ച് മഴയെല്ലാം മാറിയിട്ടുണ്ടാവും, ഒതുങ്ങിയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് ഈ പിന്നെ കുറച്ച് നേരം ഇതിൻ്റെ ഉള്ളിൽ നടന്നതും. പിന്നെ കുറച്ച് കഴിഞ്ഞ് പോയേക്കുമ്പോൾ മയക്കൊരു മാച്ചില്ല. അപ്പോൾ നമ്മൾ എന്താക്കി, ഇവിടുന്ന് ഫോട്ടോ എടുക്കാമെന്നുള്ള പ്ലാന് വേറൊരു ദിവസത്തോട്ട് മാറ്റി. കാരണം നമുക്ക് എങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് മയക്കൊരു കുറവില്ല കേട്ടോ. അപ്പോൾ എന്താക്കി, നേരെ നമ്മുടെ നെക്സ്റ്റ് പ്ലാൻ ഓണാക്കി കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്ത് കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ മേടിച്ച് കഴിച്ച്. ഇത് മറ്റേ ഹരീബൂടെ മിഠായി കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പുറത്തു പോയി. ട്വിൻ ടവറിൻ്റെ താഴെയുള്ള, പക്ഷെ ഇത് കറക്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരണമെന്നുണ്ടെങ്കിൽ നമ്മൾ മഴ പെയ്യുന്ന ഞങ്ങൾ അവിടെ എങ്ങാനും പോയി നിൽക്കണം. അവിടെയല്ല, കുറച്ചപ്പുറത്ത് പോയി നിൽക്കണം. വ്യൂ നോക്ക്, നീയും ഉമ്മയും അവിടെ ഉണ്ട് കേട്ടോ. അവിടെ ഉണ്ട്. നല്ല ഭംഗിയുണ്ട്. എനിക്ക് തോന്നുന്നു നൈറ്റിൽ ഒന്നുകൂടി ഭംഗിയുണ്ടാവും കാണാൻ. നല്ല രസമില്ലേ ഇവനെ കാണാൻ പറ്റണ്ടേ? ആക്ച്വലി വെതർ കുറച്ച് ബാഡാ, കാരണം ഒരു മൂടി പിടിച്ച് മഴയെല്ലാം പെയ്യുന്നുണ്ട്. അപ്പാർട്ട് ഫ്രം ദാറ്റ് അടിപൊളിയാണ്. ഓ നൈസ്. ഈ മഴയൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ എടുക്കാം. പിന്നെ അവിടെ നമ്മൾ ഗ്രാബ് യൂസ് ചെയ്തിട്ട് പിന്നെ പോയിട്ടുണ്ടായിരുന്നത് ജലനല്ലൂർ നൈറ്റ് ഫുഡ് സ്ട്രീറ്റിലോട്ടാണ്. ഇവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഫുഡ് സ്റ്റോൾസ് കാണാം. ഓരോ വൈഡ് വെറൈറ്റീസ് ഓഫ് ഫ്രൂട്ട്സ് കാണാം. എൻ്റെ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇവിടുത്തെ ഫ്രൂട്ട്സൊക്കെ നിങ്ങൾ വരികയാണെങ്കിൽ എന്തായാലും വാങ്ങിക്കഴിച്ചു. അത്രയും ഫ്രഷ് ചെയ്യണം കേട്ടോ ഓരോ സാധനങ്ങളും. പിന്നെ കേടുള്ളതും ഉണ്ടാവും, പക്ഷെ എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഓരോ സാധനങ്ങളും. ഇത് ആക്ച്വലി പൈനാപ്പിൾ എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ട്, നമ്മുടെ നാട്ടിലത്തെ പൈനാപ്പിൾ ഇത് എന്താ ഐഡിയ കിട്ടില്ല. ഞങ്ങൾ എന്തായാലും അത് മേടിച്ചില്ല. ഇവിടുന്ന് ആക്ച്വലി നമ്മൾ ഒരു സ്നേക്ക് ഫ്രൂട്ട് പറഞ്ഞൊരു സാധനം ട്രൈ ചെയ്തു, മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ നടന്നിട്ടോ, കണ്ട മഴയായിരുന്നു. നമ്മൾ കുട മേടിച്ചു, അല്ലാതെ ഒരു രക്ഷയില്ല എന്ന് മനസ്സിലായതുകൊണ്ട് നമ്മളൊരു കുട മേടിച്ചിട്ട് നമ്മൾ പെയറായിട്ട് നടക്കാൻ തുടങ്ങി. Guys, this is my brother, guys. എന്നെ തൊട്ട് ഇവൻ ചോദിക്കും. പിന്നെ ചോദിക്കും 2.5 മണി കൊടുക്കും. ഇതെന്തായിരുന്നു? ഇതെന്തോ ഒരു ബണ്ണാണ്. ഞാൻ മൈക്കൊന്നും ഫിക്സ് ചെയ്യാനുള്ള ടൈമില്ല, വിശക്കണ്. മോമോസ് ഒക്കെ പോലത്തെ ഒരു സാധന. രസമുണ്ട്, കുഴപ്പമില്ല. ഇത് ബീഫാ, ചിക്കൻ ഉണ്ടായിരുന്നു. ടിഷ്യൂ ഒരു വെച്ചെന്നതാ. ഫസ്റ്റ് പരീക്ഷണം എന്തായാലും പാളി പോയിട്ടില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ ഒരു മോമോസ് പോലത്തെ ആ ഒരു ബോൾ പോലത്തെ ഒരു സാധനം നമ്മൾ ചിക്കനിലും ബീഫിലും ട്രൈ ചെയ്ത് നല്ലതേനു കേട്ടോ. ഞങ്ങളെ ബാക്കിൽ കാണുന്ന ഷോപ്പിൽ നിന്ന് മീറ്റ് ബോൾസും ബീഫ് പൈ ഓർഡർ ചെയ്തിട്ടുണ്ട്. പക്ഷെ വരുന്നൊന്നും കാണാനില്ല, പോയി കളക്ട് ചെയ്യണോളി. വരുന്നുണ്ട്.
ഇറ്റ്സ് അറൗണ്ട് രണ്ടും കൂടി ബീഫ് ഫ്രൈ 8 റിങ്കറ്റ്സ്, മീറ്റ് ബോൾസ് 10 റിങ്കറ്റ്സ് അങ്ങനെയാണ് വരുന്നത്. നമ്മൾ ഉച്ചക്കെല്ലാം എന്താ കഴിക്കുന്നത്? കാണിച്ചോളൂ. ഇതാണ് സ്നേക്ക് ഫ്രൂട്ട്. കടിച്ചിട്ട് പൊട്ടിച്ച് പൊട്ടിച്ചത്. അപ്പോൾ നമുക്ക് സ്നേക്ക് ഫ്രൂട്ട് പൊട്ടിക്കുന്നതിന് മുന്നേ ഇത് കഴിച്ചു നോക്കാം. മീറ്റ് ബോൾസ്. എന്ത് മീറ്റാന്ന് ചോദിച്ചാ? ചിക്കൻ മേടിച്ചു പോയി. ഇതാ ഇത് ചക്ക പോലെ തന്നെ ഉണ്ട്. കുഴപ്പമില്ല, നമുക്ക് അതിനെന്തോ ഒരു കുത്തൽ വരുന്നത്. ഇത് കൊള്ളാം. പിന്നെ മൈക്കോണാണേ. ആ അപ്പോൾ കുറേ ഓർഡർ ചെയ്ത് ഇവിടെ എല്ലാവരും കൂടി പൊങ്കാലിടും. രസൻ്റെ ഒന്നുകൂടി ഓർഡർ ചെയ്യാം. നമ്മൾ കണ്ടുപിടിച്ച് ഇറങ്ങൂലേ രാത്രി? ഞങ്ങൾ ഇറങ്ങും. ദിസ് ഇസ് മലേഷ്യ. ഇത് കേരളമല്ല, ഇവിടെ അസമയമില്ല. അത് കഴിഞ്ഞു. ഇനി ഒരു സാധനം കൂടി വരാനുണ്ട്. ദാറ്റ് ഇസ് ബീഫ് പൈ. പൊറോട്ട. ആക്ച്വലി പൊറോട്ട പോലെ തന്നെ ഉണ്ട്. പൊറോട്ടൻ്റെ ഉള്ളിൽ ഒരു ഫില്ലിങ് വെച്ചിട്ട് കുറച്ചും കൂടി തിക്കറായിട്ടുള്ളൊരു സാധനം. നെക്സ്റ്റ് നമ്മൾ ട്രൈ ചെയ്യുന്നതാണ് ചൂട് മലേഷ്യ സ്പെഷ്യൽ തൊള്ള പൊള്ളൽ ബീഫ് പൈ. പക്ഷെ ഇത് നമ്മളിപ്പോൾ ഇങ്ങനെ ചൂടോടെ കഴിക്കാൻ പാടില്ല. കണ്ടാ എന്നോട് പറഞ്ഞ ചെറിയ കഴിയാതെ കഴിക്കാൻ പാടില്ലാന്ന്. അപ്പം നമുക്കിത് ചൂടാറാൻ കാത്തിരിക്കാം. How much is this? 15. 15. നമ്മൾ മാംഗോ സ്റ്റിക്കി റൈസ് മേടിച്ചു. അവർ ആക്ച്വലി അവിടെ ഒരു ഷോപ്പിൻ്റെ പുറത്ത് ഇരുത്തേക്കുക. ബിക്കോസ് അവരവിടെ നിന്ന് നീറ്റ് കഴിഞ്ഞാൽ പിന്നെ പ്ലേസ് പോകും. ഐ തിങ്ക് മൈക്ക് ഓൺ തന്നെ ആണല്ലോ അല്ലേ? ഗൈസ് നമുക്ക് എങ്ങനെയുണ്ട്? ഉപ്പില്ല. ഇഷ്ടമായോ? You want spicy one? Yes. മീഡിയം സ്പൈസി. രസമുണ്ട്. നീ പറഞ്ഞ പോലെ ഒരു ഫ്ലേവറിനൊരു ചെറിയൊരു കമ്മി. ശരിക്കൊരു പൊറോട്ട അല്ലേ? പൊറോട്ടനല്ലേ? നമുക്ക് ചെയ്താലോ നാട്ടില്? ഇവിടെ എന്ത് കണ്ടാലും നാട്ടിലുണ്ട് അനിയൻ ബിസിനസ് തുടങ്ങും. ഓ, ഞാൻ എപ്പോഴാണ് പറഞ്ഞു, ഇങ്ങനത്തെ കാര്യം പറഞ്ഞിട്ടില്ല. നാട്ടിൽ പൊളിക്കും. ഇത് കഴിക്കട്ടെ. മാംഗോ സ്റ്റിക്കി റൈസ് ട്രൈ ചെയ്യാൻ വേണ്ടി പോവാണ്. വീഡിയോ തുടങ്ങിയതിന് ശേഷം ഇവിടെ അടിയാണ് ഗൈസ്. ഇതിൽ ഒഴിക്കാനുള്ള ഇത് എന്തിയേ? ഓഫ് ചെയ്യും. ഓപ്പൺ ചെയ്യണം. ഇത് നമ്മൾ തുറക്കരുത് വിചാരിച്ചിട്ട് അവർ പൂട്ടി വെച്ചതാ തോന്നുന്നു. കിട്ടുന്നില്ല. സോ നമുക്കിത് കഴിക്കാം.
കട്ടിയുള്ള തേങ്ങാപ്പാൽ. കൊള്ളാം. പക്ഷെ മാങ്ങ കുറച്ചും കൂടി കുറച്ചുകൂടി ഇച്ചിരി കൂടി ഒരു പഴുപ്പ് വേണേനു. രസമുണ്ടോ? പിന്നെ നമ്മുടെ ഫുഡ് അടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞോടെ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ റൂമിലേക്ക്. അപ്പോൾ നേരെ പിന്നെ അടുത്തുള്ളൊരു ഒരു ചെറിയൊരു സ്റ്റോറിൽ പോയി. അപ്പോൾ ഇവിടുത്തെ മെയിൻ ചോക്ലേറ്റാണ് ഈ കാണുന്നതൊക്കെ. അപ്പോൾ ജസ്റ്റ് കണ്ടപ്പോൾ ഒരു വീഡിയോ എടുത്തതാണ്. ഇവരുടെ എല്ലാം എനിക്ക് സഹിക്കും, പക്ഷേ ഈ ഒരു ദുരിയാൻ ഫ്രൂട്ടിൻ്റെ സ്മെല്ല് മാത്രമാണ് നമുക്ക് ഈ ഓൾ ജേണിയിൽ തന്നെ നമുക്ക് പിടിക്കേണ്ടായത്. പക്ഷേ ആക്ച്വലി ഇത് ഫോറിനേഴ്സും അവിടെയുള്ള ആളുകളൊക്കെ കൂളായിട്ട് കഴിക്കുന്നുണ്ട്. ഐ ഡോണ്ട് നോ ഹൗ, അതിൻ്റെ സ്മെല്ല് പോലും ഞങ്ങൾക്ക് പറ്റുന്നില്ലേനു. അപ്പോൾ ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കണ്ടപ്പോൾ ഒരു വീഡിയോ എടുത്തത്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ നമ്മൾ റൂമിൽ പോവുക ചെയ്തത്. ഈ ഒരു ദിവസം നമ്മൾ ആക്ച്വലി ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ട്. കാരണം നമ്മൾ ട്രാവൽ ചെയ്ത് വന്ന ദിവസം ആയതുകൊണ്ട് തന്നെ നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ റൂമിലെത്തിയിട്ടുണ്ടായിരുന്നേ. ആൻഡ് നമ്മൾ മറ്റേ ഇത് ഏത് സ്ട്രീറ്റ് ജലൻ അലോർ ഫുഡ് സ്ട്രീറ്റിൽ നിന്ന് നമ്മൾ ചെറി മേടിച്ചിട്ടുണ്ടായിരുന്നു. സി കറക്റ്റ് നമ്മളെ സ്റ്റിക്കറിലൊക്കെ ഉള്ള ചെറി. അപ്പം ഞാൻ മേടിച്ചിട്ട് ഇതൊന്ന് കഴിച്ച് നോക്കി. ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഇവിടെ വരികയാണെങ്കിൽ മേടിക്കുക. ഞാൻ വിചാരിച്ച ഫ്രൂട്ട്സ് അത്ര ടേസ്റ്റ് ഒന്നും, ഇപ്പം മാംഗോസ്റ്റിൻ കഴിച്ചിന്, അതും ഫ്രഷാണ്. അപ്പം അത്ര എക്സ്പെക്റ്റേഷനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ട്. അടിപൊളി. ഫ്രഷ് ഫ്രൂട്ട്സ് കഴിക്കുക അവിടെ വന്നാൽ. പക്ഷെ ഫ്രൂട്ട്സ് അത്ര ചീപ്പൊന്നല്ല. ഇത് ഒരു ബോട്ടിലിന് ഏകദേശം സ്നേക്ക് ഫ്രൂട്ടിൻ്റെ 3 റിംഗറ്റ് ചെയ്യുന്നു, ഇതിന് 20. ഓക്കെ, മമ്മി ഈസ് ഇൻ ബാത്റൂം. മമ്മിക്ക് പുതിയതായിട്ട് മേടിച്ചതാണ്, പക്ഷെ മമ്മി വരുന്നതിന് മുന്നേ തിന്നു തീർക്കും. സീ ദ പാറ്റേൺ, നല്ല രസമുണ്ട്. If you guys are coming, try this. നല്ല ടയേർഡാണ്. ശരീരത്തിൽ കാലുണ്ടെന്ന് തന്നെ മനസ്സിലാവുന്നില്ല. അത്രയും ഭയങ്കര വേദന കാല്. അപ്പോൾ ഗൈസ്, നമുക്കിനി നാളെ കാണാം. ഓരോ ദിവസം ഓരോ വ്ളോഗ് എടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബൈ. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയി. രാവിലെ തന്നെ എണീച്ചിട്ട് നല്ലൊരു കോഫിയും അതുപോലെ തന്നെ ബ്രെഡും ന്യൂട്ടെല്ലൊക്കെ കഴിച്ചിട്ട്. ഇവിടുത്തെ ബ്രെഡൊക്കെ ഒരുമാതിരി ഇങ്ങനെ എന്താ പറയുക, ഒരു പഞ്ഞി പോലെ ഉണ്ടായിരുന്നു. ബട്ട് ഇറ്റ്സ് ഓക്കെ, ന്യൂട്ടെല്ലൊക്കെ വരെ മധുരം കുറവായിരുന്നു. ഹായ് ഗൈസ്, സോ ദിസ് ഇസ് അവർ ഡേ 2 ഇൻ മലേഷ്യ. അപ്പോൾ നമ്മൾ എണീറ്റു. നമ്മൾ ഏകദേശം നമ്മൾ പാക്കേജിലൊന്നുമല്ല കേട്ടോ, നമ്മൾ ഓണായിട്ട് വന്നതാണ്. സോ അതൊക്കെ ഞാൻ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞു പോവാം എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ. സോ നമ്മളിപ്പോൾ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. ഇന്ന് കുറച്ച് ഡെസ്റ്റിനേഷൻസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. സോ ദിസ് ഇസ് മൈ ഔട്ട്ഫിറ്റ്. ഞാൻ മിററിൽ കാണിച്ചു മൈ ഔട്ട്ഫിറ്റ്. എപ്പടി നമ്മൾ നിൽക്കുന്ന റൂമിൻ്റെ ടോപ്പ് ഫ്ലോർ വ്യൂ ആട്ടോ ഇത്. സോ നൈസ്. ഇത് 39th ഫ്ലോർ ആട്ടോ. We have view. ഞാനേ വീഡിയോയിൽ പറഞ്ഞ പോലെ ദിസ് ഇസ് ആ ഡേ 2. അപ്പോൾ നമ്മൾ ഈ ഒരു ദിവസം ഫസ്റ്റ് നമ്മൾ റിക്വസ്റ്റൊക്കെ കഴിച്ച് റൂമിൽ നിന്ന് നേരെ പോയിട്ടുണ്ടായിരുന്നത് നമ്മുടെ KL ടവറിലോട്ടാണ്. ആക്ച്വലി ഇവിടെ റൂം എടുത്തിട്ട് നന്നായി തോന്നിയിട്ടോ. കാരണം എല്ലാ പ്ലേസസിലോട്ടും നമുക്ക് അത്യാവശ്യം നടന്ന് എത്താനുള്ള ഒരു ഡിസ്റ്റൻസേ ഉള്ളൂ.
അപ്പോൾ നമ്മളെന്താക്കി നമ്മളെ കാലിന് ഭയങ്കര മൈലേജ് ആയിരുന്നു മലേഷ്യ എത്തിയപ്പോൾ. നമ്മളെ കാലിന് എത്രത്തോളം മൈലേജ് ഉണ്ട് എന്നുള്ളത് മലേഷ്യ എത്തിയപ്പോഴാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. സോ നമ്മളെല്ലാവരും കൂടി അങ്ങോട്ടേക്ക് നടക്കുക കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ വലിയൊരു ബോറൊന്നും ഉണ്ടാവില്ല, ഇങ്ങനെ സംസാരിച്ച് നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ ഫൈനലി നമ്മൾ അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലാക്കിയത് ഇങ്ങോട്ടേക്ക് ഷട്ടിൽ സർവീസ് ബസ്സസും ഉണ്ടെന്ന് വെച്ചാൽ ഫ്രീ സർവീസ് ബസ് അവിടെ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. ആൻഡ് ഫൈനലി നമ്മൾ ഏകദേശം അതിൻ്റെ താഴെ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ നമുക്ക് ആക്ച്വലി അതിൻ്റെ മേലെ കയറിയിട്ടുള്ള വ്യൂ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ പറയുക എക്സ്ട്രാ ടിക്കറ്റ്സ് എടുത്തിട്ട് കയറാം. പക്ഷെ ഞങ്ങളാരും അങ്ങനെ കയറിയിട്ടില്ലായിരുന്നു ബിക്കോസ് ഞങ്ങൾക്കത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടും തോന്നി. പിന്നെ ഇതുവരെ മലേഷ്യയിൽ പോയ ആളുകൾ വ്ളോഗ് ചെയ്യുന്ന സമയത്ത് ഞാനത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ റിസർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതത്ര വേർത്തല്ല, ഭയങ്കരമായിട്ടൊന്നുമില്ല, അവർ നിൽക്കുന്ന ഹോട്ടലിൽ വരെ ഇതിനേക്കാളും നല്ല വ്യൂ ഉണ്ടായിരുന്നു എന്ന് കേട്ടപ്പോൾ ഒരു മിക്സ്ഡ് അഭിപ്രായങ്ങൾ കേട്ടപ്പോൾ പിന്നെ കയറിയില്ലാന്നേ ഉള്ളൂ. പക്ഷേ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പേഴ്സണലി കയറാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. അല്ല റെനോട് സേനോട് അതന്നെ പറയുള്ളൂ. എന്നാലും എനിക്ക് കുറവാ ഫോണുള്ളൂ നീക്ക് വർക്ക് ചെയ്യാൻ നീക്ക് മാത്രം വർക്കില്ല സയാ. പിന്നെ എനിക്ക് വെടിയൊക്കെ അല്ലാണ്ട് വർക്ക് എത്ര ഇതാണ്ട് സെമിനാർ എഴുതുന്ന ആൾക്കാരെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഗൈസ് നമ്മൾ ഓൾമോസ്റ്റ് KL ടവറിൻ്റെ താഴെ എത്താനായിട്ടോ. ഞങ്ങൾ റൂമിൻ്റെ ലൈക്ക് വാക്കബിൾ ഡിസ്റ്റൻസിലാണ്. സോ ഇപ്പോൾ എത്തും. ഗൈസ് നമ്മൾ KL ടവറിൻ്റെ താഴെത്തി. എന്താണ് Guys, we are trying the mixed taro milk tea. It's good, but നമ്മുടെ ചായ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുടിക്കുക. It's 5 ringgits. കുഴപ്പമില്ല. Can I get some? Oh my god. വളരെ മോശം. Okay. So guys, നമ്മൾ സ്ട്രോബെറി പീച്ച് ഡ്രിങ്ക് ഓർഡർ ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് അറൗണ്ട് 5 ringgit. സോ നമുക്ക് ട്രൈ ചെയ്യാം. മേക്കിങ്ങിലാണ് ജയാൻ്റെ ടേസ്റ്റ് എങ്ങനെയാണ് ഇതാ ഓണ. സോ ഗൈസ് നമുക്ക് ഓണ തോന്നും, നമുക്കിത് ട്രൈ ചെയ്യാം. കൊള്ളാവല്ലേ, കുടിച്ചോക്ക്. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടൽ കേട്ടോ. ആൻഡ് നമ്മളിവിടെയാണുള്ളത്. ഈസ് ഹാവിങ് എ ഡ്രിങ്ക് ദെയർ. ജയൻ വാ, അവിടെ എന്തെങ്കിലും വെച്ചിട്ടുണ്ടാ? ബാഗാ? ഇതിൻ്റെ മേലെ ലൈക്ക് ഇതിൻ്റെ ടോപ്പ് ഫ്ലോറിൽ നിങ്ങൾക്ക് കയറിയിട്ട് മറ്റേ എന്താ ഒബ്സർവേഷനും അതുപോലെ തന്നെ വേറൊരു സംഭവം കൂടി ഉണ്ട്. സോ ഇതിൽ ഇൻ്റർനാഷണൽ വിസിറ്റേഴ്സിന് 80 ringgit ആണ് വരുന്നത്. അപ്പോൾ ഓഫ് കോഴ്സ് 80 ringgit കണ്ടപ്പോൾ ലൈക്ക് കയറിയവരെല്ലാവരും പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ വ്യൂ ഫ്രം ദേർ. ബട്ട് അഗൈൻ ഞങ്ങളുടെ റൂമിൽ നിന്നാൽ അത്യാവശ്യം വ്യൂ ഉണ്ട്. നമുക്കൊരു സിറ്റിയുടെ മുകളിൽ നിന്ന് കാണുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം. ആൻഡ് നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തായാലും ഒരു ബഡ്ജറ്റ് പ്ലാൻ ഉണ്ടാവും. സോ അതിൻ്റെ മേലെ നമ്മൾ 4 പേര് കയറുമ്പോൾ തന്നെ അറൗണ്ട് 3000 ringgit ആയി, വിച്ച് മീൻസ് നാട്ടിലത്തെ 7000. പക്ഷെ അത് കൊടുത്ത് കയറിയിട്ടുള്ള വേർത്തില്ല എന്ന് കുറേ മിക്സ്ഡ് അഭിപ്രായം കേട്ടപ്പോൾ വി തോട്ട് നമുക്ക് ആ പൈസക്ക് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഫുഡ് ട്രൈ ചെയ്യാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് വി തോട്ട് നമ്മൾ ആ ഒരു പ്ലാൻ ഡ്രോപ്പ് ചെയ്തു. സോ ദിസ് ഈസ് ദി വ്യൂ ഫ്രം ഹിയർ. രസമില്ലേ? പക്ഷെ ഒരു എല്ലാം ലൈക്ക് നമ്മളെ ആക്ച്വലി നമ്മളെ നാട്ടിൽ നിന്ന് നമ്മൾ ഈ മിൽക്ക് ഷേക്സ് കുടിച്ചിട്ട് ഇവിടെ വന്നിട്ടുള്ള ഇവരുടെ എന്ത് ജ്യൂസസ് കുടിച്ചാലും ഇപ്പോൾ 7-Eleven ആയിക്കോട്ടെ,
എന്ത് ഡ്രിങ്ക്സ് കുടിക്കുമ്പോഴും കറക്റ്റ് ഒരു വെള്ളം ഒരു വെള്ളം കൺസിസ്റ്റൻസി ആണുള്ളത്. മറ്റേ ഏതെന്നാലും നിങ്ങൾ മേടിച്ചിട്ട് ഫ്ലോപ്പായ നൈറ്റ്? മലേഷ്യയിൽ മൈലോ ഭയങ്കര ഫേമസ് ആണ്. അവള് കേട്ടെ, ഞാൻ പറഞ്ഞുതരാം. മൈലോ നമ്മുടെ നാട്ടിലുള്ള മൈലോൻ്റെ ഒരു ബോട്ടിലില്ലേ, പേപ്പർ ബോട്ടിൽ, അതിലുള്ളത് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇവിടെ വന്നിട്ട് ഇവിടുന്ന് ട്രൈ ചെയ്തപ്പോൾ എക്സാക്ട്ലി ഒരു വെള്ളം, ഒരു പാലം വെള്ളം, എന്താ അറിഞ്ഞൂടാ. ഫുഡൊക്കെ എനിക്ക് തോന്നുന്നത് നിങ്ങൾ മറ്റേ നമ്മൾ നല്ല നൈറ്റ് പോയ ഫുഡ് സ്ട്രീറ്റില്ലേ, ഞാൻ കാണിച്ചിരുന്നില്ല, അവിടുന്ന് ട്രൈ ചെയ്തോ, അടിപൊളിയാണ്. നമ്മൾ ട്രൈ ചെയ്തൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയാം. ഞങ്ങൾ ഇനി പോകുന്നതിന് മുന്നേ ഇനിയും അവിടെ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇറ്റ് വാസ് നൈസ്. ഗൈസ്, നിങ്ങൾ മലേഷ്യയിൽ വരുമ്പോൾ നമ്മുടെ ബുക്കിറ്റ് പിൻതാങ് സ്ട്രീറ്റിലുള്ള ഒരു ഷോപ്പാട്ടോ അത്. ആക്ച്വലി നൈസ്. മിയ സജസ്റ്റ് ചെയ്തിട്ട് വന്നതാണ്. സോ ഗീവ് എ ട്രൈ. ഓ, ദമസ്കസ് നമ്മൾ ഇനി നെക്സ്റ്റ് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഫ്രൈസ് ട്രൈ ചെയ്തു. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ദമസ്കസ്. അത് ലൈക്ക് ഒരു ഫേമസ് ഫോർ ഷവർമ ആണെന്നാണ് നിയ പറയുന്നത്. വിൽ ഹാവ് എ ട്രൈ, എന്നിട്ട് പറയാം. യാ, ഓഫ് കോഴ്സ്. ഉള്ളിൽ കയറിയാൽ റേറ്റ് വിടുമോ? അങ്ങനെ ഉണ്ടോ? This is lamb bowl, mutton bowl. നല്ല മട്ടൻ്റെ സ്മെല്ലുണ്ട്. Sephora. അതമ്മ നല്ല ടോപ്പ്. Guys, this is Bambarbola. Bambarbola and Susumbar. What do you want? What do you want? Susumbar. Bambarbola, are you happy? Bambarbola is sad. Sorry, I apologize. His English is not straight. It's gay.